കർത്താവായ യേശു നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായി വന്ന് ക്രൂശിൽ മരിച്ചു. പിശാചിന്റെ അധികാരങ്ങളെ, വാഴ്ചകളെ കാൽക്കീഴാക്കി അവിടുന്ന് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി പിശാചിന്റെ മേൽ. ഒടുവിൽ മരണത്തെ ജയിച്ചവനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മരണത്തിന്റെ അധികാരിയായിരുന്ന, പിശാചിന്റെ അടിമത്വത്തിൽ, മരണഭീതിയിൽ, നരകാഗ്നിയുടെ ഭയത്താൽ പെട്ടിരുന്ന മനുഷ്യനെ ക്രിസ്തു തന്റെ മരണത്തിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ പ്രാപ്തനായി തീർന്നു. ഇത് ദൂതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, ഇത് പുണ്യവാളന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, ഇത് വിശുദ്ധരെന്ന് മനുഷ്യർ പ്രഖ്യാപിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേരുടെ പേരുകൾ എടുത്ത് പറഞ്ഞ് പുകഴ്ത്തി ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. ചരിത്ര നായകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. മരണാധികാരിയായ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ നരകാഗ്നിയിൽ നിന്ന് അവനെ വിടുവിപ്പാൻ, മരണഭയത്തെ നീക്കി ജീവൻ കൊടുക്കാൻ കഴിയുള്ള നിത്യജീവന്റെ ഉടമസ്ഥനായ യേശു ക്രിസ്തു മാത്രമാണ് യോഗ്യൻ. അതുകൊണ്ട് അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി, അതുകൊണ്ട് അവനെ നോക്കണം.